ലബനനിലെ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കി ഇസ്രയേൽ. തെക്കൻ ലബനനിലെ ഇസ്രയേൽ സൈനിക നടപടിയിൽ 2 ഹിസ്ബുള്ള ഭീകരരെ കൊലപ്പെടുത്തിയതായി പ്രതിരോധ സേന അറിയിച്ചു. റദ്വാൻ സായുധ വിഭാഗ കമാൻഡർ മുഹമ്മദ് അലി ഹഫീദ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റൊരു ഭീകരനുമാണ് ലബനനിലെ 2 ഇടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇരുവരും കൊല്ലപ്പെട്ടതായി, ആക്രമണത്തിൽ 7ഓളം പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസാണ് ചേരുന്നത്. ഐസൺ, ഇപ്പോൾ വീണ്ടും ഈ ഭീകരശക്തികൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണല്ലോ. ഗൗതം, തീർച്ചയായും ഭീകരശക്തികൾക്കെതിരെ ആക്രമണം കടുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇസ്രയേലിന് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ലബനനിലെ വ്യവസ്ഥാപിത സർക്കാരുമായുള്ള ചില ധാരണകളിലെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലബനനിലെ ഹിസ്ബുള്ള, അതായത് ലബനനിലും ഒരു പരിധിവരെ സിറിയയിലുമൊക്കെ തന്നെ ശക്തമായി നിലനിൽക്കുന്ന ഹിസ്ബുള്ളയുടെ നിരായുധീകരണം എന്നൊരു നീക്കം നടത്തിയത്. എന്നാൽ നിലവിലെ ലബനനിലെ സർക്കാരിന് അത് സാധ്യമാകുന്നില്ല. പലയിടങ്ങളിൽ നിന്നും കള്ളക്കടത്തായി പോലും, അത് ഹൂതി വിമതർ പോലും കള്ളക്കടത്തായി ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഇവർക്ക് എത്തിച്ചു നൽകുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് ഇസ്രയേൽ നീങ്ങുകയും ചെയ്തത്. നമുക്ക് അറിയാവുന്നതാണ്, ഹമാസിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുന്നു. ഹമാസ് ഇപ്പോൾ ഇടയ്ക്കൊക്കെ വെടിനിർത്തൽ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും ഹിസ്ബുള്ള ശക്തമാവുകയാണെങ്കിൽ വീണ്ടും അത് ഇസ്രയേലിലെയും മേഖലയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നൊരു തിരിച്ചറിവിൻ്റെ കൂടി സാധ്യതയുണ്ട്. ഈ ഹമാസിന് വേണ്ടി ആയുധങ്ങൾ കടത്തുന്നത് ഒരു പരിധിവരെ ഹിസ്ബുള്ളയാണെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു അടിയന്തര നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത് ഒരു ഹിസ്ബുള്ള കമാൻഡർ മുഹമ്മദ് അലി ഹദീദ് എന്ന് പറയുന്ന ഒരു ഹിസ്ബുള്ളയുടെ കമാൻഡറെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ ഏത് പദവി വഹിക്കുന്ന ആളാണെന്നോ അത് സംബന്ധിച്ച വിവരങ്ങളോ ഇല്ല. എങ്കിലും ലബനനിലെ 2 ഇടങ്ങളിലാണ് അതിശക്തമായ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ലബനനിലുള്ള ഹിസ്ബുള്ള ഭീകരരെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും അവരെ നിരായുധീകരിക്കുകയും ചെയ്യുക എന്ന ഈ ലബനൻ വ്യവസ്ഥാപിത സർക്കാരുമായുള്ള ഒരു ധാരണയുടെ ഭാഗമായാണ് നീക്കമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തുതന്നെയായാലും ആ ധാരണ നടപ്പാക്കുന്നതിനെ ലബനൻ സർക്കാരിനെ പിന്തുണയ്ക്കുക എന്ന് തന്നെയാണ് നിലവിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന നടപടി. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഒരു പക്ഷേ ഈ മരണം സ്ഥിരീകരിക്കാനുള്ളൊരു നീക്കം ലബനനിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. ലബനനിലെ ഹിസ്ബുള്ള ഭീകരരെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും അതുപോലെ തന്നെ ലിറ്റാനി നദിക്കരയിൽ കൃത്യമായൊരു ബഫർ സോൺ രൂപീകരിക്കുകയും ചെയ്യുക എന്നതാണ് നിലപാടായി ഇസ്രയേൽ ഈ സമാധാന ധാരണയിൽ വെച്ചിരുന്നത്. ആ ധാരണ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ നടപ്പാക്കുന്നതിനുള്ള പൂർണ്ണ നീക്കങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, ഹിസ്ബുള്ളക്കെതിരെ വീണ്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഈ സമാധാന കരാർ അട്ടിമറിക്കുന്ന ചില നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഒരു സമാധാന കരാർ മുന്നോട്ട് വയ്ക്കുകയും യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ അതിനിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഹമാസാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തങ്ങൾക്ക് നേരെ ആയുധം എടുത്തു വരുന്ന ഇസ്ലാമിക ഭീകരശക്തികൾക്കെതിരെ ആക്രമണം കടുപ്പിക്കുവാൻ ഇസ്രായേൽ വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. ഐസൺ ജോസാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് പങ്കുവച്ചത്.